Hi all, welcome to Capsule Hub. Electromagnetic induction third part ആണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇൻഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ, രണ്ടാമത്തെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സെൽഫ് ഇൻഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. സെൽഫ് ഇൻഡക്ഷൻ പഠിക്കാനായിട്ട് ഞാൻ ഒരു കോയിൽ വരച്ചു. ആ കോയിലിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും? ഐ ഓഫ് ടി എന്ന് കൊടുക്കാം. ഈ കോയിലിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വരയ്ക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു? ഫ്ലക്സ് അല്ലേ. ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഫൈ ഓഫ് ടി എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഫൈ ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കറണ്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ആ കറണ്ട് വഴി ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ ഫീൽഡ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു? EMF ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ആ ഫീൽഡ് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെൽഫ് ഇൻഡക്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് ഐ ഓഫ് ടിയെ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. കറണ്ട് ഐ ഓഫ് ടി ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഫൈ ഓഫ് ടി ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. എന്താണ് ചേഞ്ച് വരുമ്പോഴല്ലേ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരുന്നു. ആ ചേഞ്ച് ഇപ്പോൾ ഇൻക്രീസ് ആണ്. ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു EMF ഇൻഡ്യൂസ് ആവുന്നു. ആ EMF ഇൻക്രീസിങ് EMF ആയിരിക്കും. കാരണം കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതിനോടനുബന്ധിച്ച് തന്നെ EMF ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ലെൻസസ് ലോ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന EMF അതിൻ്റെ കോസിനെ എതിർക്കും, അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ കോസായിട്ടുള്ള എന്താണ്? ഈ കറണ്ട് ഐ ഓഫ് ടിയുടെ ഇൻക്രീസ് ആണ്. ആ ഇൻക്രീസിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്തിനെ ഇൻക്രീസ് ചെയ്യുന്നു? ഈ EMF ഐ ഓഫ് ടിയെ ഒപ്പോസ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. ഇനി നമുക്കിവിടെ കറണ്ട് ഡിക്രീസ് ചെയ്ത് നോക്കാം. കറണ്ട് നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഐ ഓഫ് ടി നമ്മൾ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫൈ ഓഫ് ടി ഡിക്രീസ് ആവും അല്ലേ. ഉണ്ടാക്കുന്ന ഈ ഐ ഓഫ് ടി എടുക്കുന്ന ഫ്ലക്സ് ലിങ്കേജും കുറയുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും കുറയും. ഈ കുറയുന്ന EMF എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? ഈ ഐ ഓഫ് ടിയുടെ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യുന്നു അല്ലേ. അതാണ് എന്തനുസരിച്ച് നമ്മൾ പഠിക്കുന്നത്? ലെൻസസ് ലോ അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത് അതിനെയാണ്. ഈ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന EMF മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിനെ കൊളാപ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇനീഷ്യൽ കോസിനെ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഐ ഓഫ് ടി നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോഴാണല്ലോ EMF ഇവിടെ ഇൻക്രീസ് ആയത് അല്ലേ. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്ത EMF മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ കൊളാപ്സ് ചെയ്തിട്ട് ഈ ഐ ഓഫ് ടിയുടെ ഇൻക്രീസിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഐ ഓഫ് ടി കുറയുമ്പോഴാണ് EMF കുറയുന്നത്. ഈ EMF എന്ത് ചെയ്യുന്നു? ഈ ഐ ഓഫ് ടിയുടെ ഡിക്രീസിനെ അത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെ? ഈ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ എത്താം? ഒരു കറണ്ട് പാസ് ചെയ്യുന്നതിൽ കൂടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ കോയിലിൽ വരുന്നു. ആ കോയിലിന് എന്ത് ചെയ്യുന്നു? ഇതിലുണ്ടാവുന്ന കറണ്ടിനെ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഡീക്കേ ചെയ്യാനോ സഹായിക്കുന്നു അല്ലേ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടി അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡീക്കേ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ L ഇട്ട് കൊടുക്കുന്നു. L എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഫൈ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I അല്ലേ. ഇനി അവിടുത്തെ EMF എങ്ങനെ കണ്ടുപിടിക്കാം? EMF ഫാരഡേസ് ലോ അനുസരിച്ച് നമുക്കറിയാം -dφ/dt ആണ് അല്ലേ. അതിന് ഈ ഫൈയിൽ നമുക്ക് എന്ത് കൊടുക്കാം? L ഇൻറ്റു I കൊടുക്കാം. ഈസ് ഈക്വൽ ടു -dφ/dt ഇൻറ്റു L ഇൻറ്റു I. ഈ L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുക്കാം. L ഇൻറ്റു അല്ലെങ്കിൽ -L ഇൻറ്റു dφ/dt ഓഫ് I, അതായത് -L ഇൻറ്റു di/dt അല്ലേ.
ഇവിടെ നമ്മൾ di/dt എന്തായിട്ട് കാണുകയാണ്? 1 ആംപിയർ ആയിട്ട് കണ്ടാൽ EMF ഇൻഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും? L ആയിട്ട് മാറും അല്ലേ? മൈനസ് നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ്. EMF ഇൻഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും? സെൽഫ് ഇൻഡക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് മാറും. ഇത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അതായത് 1 ആംപിയർ ഓഫ് കറണ്ട് ആണ് പോകുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ആ സർക്യൂട്ടിലുള്ള EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷന് ഈക്വൽ ആയിരിക്കും. സെൽഫ് ഇൻഡക്ഷൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. കൺസിഡർ ചെയ്യുക, ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിൽ കൺസിഡർ ചെയ്യുക. അതിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സിന് നമ്മൾ ഇക്വേഷനിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു B ഇൻറ്റു A എന്ന് പറയുന്ന ഏരിയ, B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ? ഇനി നമുക്ക് അല്ലാതെ നോക്കാം. ഒരു സോളിനോയിഡ് വരച്ചു. ആ സോളിനോയിഡിൻ്റെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് കാണാനാണ്. ലെങ്ത് എന്ന് പറയുന്നത് L ആണ് അല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. അപ്പോൾ φ ഈസ് ഈക്വൽ ടു B ഇൻറ്റു A നമ്മൾ എഴുതും. ഇനി നമ്പർ ഓഫ് ടേൺസും കൂടെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ φ ഈസ് ഈക്വൽ ടു B ഇൻറ്റു A ഇൻറ്റു N ആയി അല്ലേ? φ ഈസ് ഈക്വൽ ടു B ഇൻറ്റു A ഇൻറ്റു N. അതിൽ B നമുക്ക് എന്താണെന്നറിയാം? B ഈസ് ഈക്വൽ ടു μ0 N ഇൻറ്റു I ഡിവൈഡഡ് ബൈ L ആണെന്നറിയാം അല്ലേ? അത് ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ φ ഈസ് ഈക്വൽ ടു μ0 N ഇൻറ്റു I ഡിവൈഡഡ് ബൈ L ഇൻറ്റു A ഇൻറ്റു N. അപ്പോൾ n നമ്മൾ n² ആക്കി എടുക്കാം. ഇക്വേഷൻ എങ്ങനെ മാറും? μ0 n² ഇൻറ്റു A ഇൻറ്റു I ഡിവൈഡഡ് ബൈ L അല്ലേ? ഇനി φ ഈസ് ഈക്വൽ ടു Li വെച്ച് ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുക. φ ഈസ് ഈക്വൽ ടു Li വെച്ച് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. φ ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് L കണ്ടുപിടിക്കാം അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് L എങ്ങനെ കണ്ടുപിടിക്കാം? μ0 ഇൻറ്റു n² A ഡിവൈഡഡ് ബൈ L അല്ലേ? ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ Lൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ്റെ അടുത്ത് μr കൂടെ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. μr കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഇക്വേഷൻ μ0 ഇൻറ്റു μr എന്ന് വരും. അത്രയേ ഉള്ളൂ. മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കാനായിട്ട് നമുക്ക് എത്ര കോയിൽസ് വേണം? 2 കോയിൽസിൻ്റെ ആവശ്യമാണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 2 കോയിൽസ് വരയ്ക്കാം. നമ്പർ ഓഫ് ടേൺസ് N1 N2 ഉള്ള 2 കോയിൽസിനെ നമുക്ക് വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ N ഉള്ള കോയിൽസ് തന്നെ ആയാലും കുഴപ്പമില്ല. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോയിലിന് നമുക്ക് കോയിൽ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് കോയിലിന് നമ്മൾ കോയിൽ 2 എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയാണ്. കറണ്ട് I ഓർ I1. ഈ കറണ്ട് ഇവിടെ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ആ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഫസ്റ്റ് കോയിലിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യും. ഇങ്ങനെ ലിങ്ക് ചെയ്യും അല്ലേ? ലിങ്ക് ചെയ്യും. ആ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡ് കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോയിലിൽ വരുന്ന കറണ്ട് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് വൈസ് വേഴ്സായി നടക്കാം. അതായത് ഇവിടെ ഒരു കറണ്ട് I2 ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് I1 അല്ലെങ്കിൽ കോയിൽ 1ലുള്ള ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ EMF ഇൻഡക്ഷന് നമുക്ക് EMF2 എന്ന് കൊടുക്കാം. ഇവിടെ സെക്കൻഡ് കോയിൽ നിന്ന് വന്നത് ഇത് EMF1 എന്നും കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് കോയിലിൽ നിന്ന് വന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഈ ഫസ്റ്റ് കോയിലിൽ ഉണ്ടാക്കിയ EMFനെയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് സർക്യൂട്ടിൽ വന്ന EMFനെ നമ്മൾ എന്തോന്ന് പറയുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ ഒരേ സമയത്ത് നമുക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യാം. അവിടെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 512 എടുക്കാം അല്ലേ? 512 എന്ന് പറയുന്നത് എന്താണ്? ഈ 5 ഇവിടെ ഉണ്ടാകുന്നതാണ് 5 അല്ലേ? അതായത് ഫസ്റ്റ് കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 5 ആ 5 ഒരു പാർട്ട് സെക്കൻഡിലോട്ട് പോയി അവിടെ EMF ഉണ്ടാക്കുന്നു. EMF1 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ 512 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ 512 എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും? I1ന് പ്രൊപ്പോർഷനിലായിരിക്കും അല്ലേ? ഫസ്റ്റ് കോയിലുള്ള കറണ്ടിന് പ്രൊപ്പോർഷനിലായിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് മാറ്റാം. 512 ഈസ് ഈക്വൽ ടു M ഇൻറ്റു I1 അല്ലേ? അപ്പോൾ M എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് M എന്ന് പറയുന്നത്. ഇനി നമുക്ക് EMF നോക്കാം. E ഈസ് ഈക്വൽ ടു
d phi12 ഡിവൈഡഡ് ബൈ dt. അപ്പോൾ phi12 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുന്നു. എം ഇൻറ്റു ഡി I1 ഡിവൈഡഡ് ബൈ dt. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് എം ഇൻറ്റു ഡി I1 ബൈ dt. അപ്പോൾ നേരത്തെ കണ്ടീഷൻ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. സെൽഫ് ഇൻഡക്ഷനിലുള്ള ഇപ്പോൾ കറണ്ട് I1 എന്ന് പറയുന്നത് നമ്മൾ 1 ആംപിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്ത EMF എന്തായിരിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. കോഎഫിഷ്യൻസ് നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ E ഈസ് ഈക്വൽ ടു എം ആയിരിക്കും ഇവിടുത്തെ കണ്ടീഷൻ. അടുത്ത കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചത് മ്യൂച്വൽ ഇൻഡക്ഷനിൽ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് കോയിൽ നിന്ന്, അതായത് കോയിൽ 1-ൽ നിന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു പാർട്ട് കോയിൽ 2-ലോട്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലേ? EMF 1 ആയിട്ട് അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പാർട്ടാണല്ലോ സെക്കൻഡ് കോയിലിലോട്ട് പോകുന്നത്. ആ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയും. അതായത് ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ ദാറ്റ് ലിങ്ക്സ് വിത്ത് ദ അതർ. ആ ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ കോയിൽസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെറിവേഷനിലോട്ട് നമുക്ക് കടക്കാം. K ഇൻറ്റു phi1 ആണല്ലോ phi12 എന്ന് പറയുന്നത്. ആ phi1ൻ്റെ ഒരു ഫ്രാക്ഷൻ K ആണല്ലോ phi12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് K ഇൻറ്റു phi2 ആണ് എന്ത്? phi21. ഇതിൽ phi1 എന്ന് പറയുന്നത് കോയിൽ 2 ആയിട്ട് ലിങ്ക് ചെയ്ത കോയിൽ 1ൻ്റെ ഫ്ലക്സ് ആണ്. അതുപോലെ തന്നെ കോയിൽ 1 ഒരു വേരിയിങ് കറണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തും കൂടെ ഉണ്ടാവും? സെൽഫ് ഇൻഡക്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും കൂടെ അവിടെ ഉണ്ടാവും. അത് നമുക്ക് എഴുതാം. E ഈസ് ഈക്വൽ ടു മൈനസ് ഡി phi1 ഡിവൈഡഡ് ബൈ dt അല്ലേ? അതിനെന്തും നമുക്ക് എഴുതാം? മൈനസ് ഡി ബൈ dt ഇൻറ്റു L1 I1. അപ്പോൾ ലാസ്റ്റ് രണ്ട് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് phi1 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ഈസ് ഈക്വൽ ടു L1 ഇൻറ്റു I1 എന്ന് എടുക്കാം. എന്തിനെ? phi1നെ. ഇതിൽ നിന്ന് L1നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. L1 ഈസ് ഈക്വൽ ടു phi1 ഡിവൈഡഡ് ബൈ I1. ഇതുപോലെ തന്നെ നമ്മൾ I2 കറണ്ട് കോയിൽ 2-ൽ വരുന്നത് കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് L2 ഈസ് ഈക്വൽ ടു phi2 ഡിവൈഡഡ് ബൈ I2. ഇനി നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ E ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ dt ഇൻറ്റു എം ഇൻറ്റു I1 എന്ന് നമുക്കറിയാം അല്ലേ? നേരത്തെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് നമുക്ക് എന്തെന്ന് മാറ്റി എഴുതാം? മൈനസ് ഡി ഇൻറ്റു phi12 ഡിവൈഡഡ് ബൈ dt എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഈ ലാസ്റ്റ് രണ്ട് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എം ഇൻറ്റു I1, അതായത് phi12നെ നമുക്ക് എങ്ങനെ എഴുതാം? phi12 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു I1 എന്ന് എഴുതാം അല്ലേ? അഥവാ എം ഈസ് ഈക്വൽ ടു phi12 ഡിവൈഡഡ് ബൈ I1. ഇനി കറണ്ട് I2 ഫ്ലോസ് ത്രൂ കോയിൽ 2 ആണെങ്കിലോ എം ഈസ് ഈക്വൽ ടു phi21 ഡിവൈഡഡ് ബൈ I1. അപ്പോൾ രണ്ട് മ്യൂച്വൽ ഇൻഡക്ഷനും കിട്ടി, രണ്ട് സെൽഫ് ഇൻഡക്ഷനും കിട്ടിയല്ലേ? ഇനി എമ്മിനെ രണ്ടുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടിയ ഈ രണ്ട് എമ്മിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? phi12 ഡിവൈഡഡ് ബൈ I1 ഇൻറ്റു phi21 ഡിവൈഡഡ് ബൈ I2 നമുക്ക് കിട്ടും. എം സ്ക്വയർ ഈസ് ഈക്വൽ ടു. ഇനി അവിടെ നമ്മൾ K ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. K ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു K ഇൻറ്റു phi1 അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നു phi12 ഈസ് ഈക്വൽ ടു K ഇൻറ്റു phi1. അതായത് phi1ൻ്റെ ഒരു പാർട്ടാണ് K. ആ K ആണ് നമ്മൾ അപ്പുറത്ത് phi12 ആയിട്ട് പോകുന്നത്. അപ്പോൾ K ഇൻറ്റു phi1 ഡിവൈഡഡ് ബൈ I1 ഇൻറ്റു K ഇൻറ്റു phi2 ഡിവൈഡഡ് ബൈ I2. അപ്പോൾ നമുക്ക് എം സ്ക്വയറിനെ എന്താണെന്ന് എഴുതാം? എം സ്ക്വയർ ഈസ് ഈക്വൽ ടു K സ്ക്വയർ ഇൻറ്റു L1 L2 അല്ലേ? ആ L1 L2 വന്നത് എങ്ങനെയാണ്? phi1 ബൈ I1 L1ഉം phi2 ബൈ I2 L2 ആയി. അപ്പോൾ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ അപ്പുറത്തോട്ട് മാറ്റിയ റൂട്ട് ആവുന്നു. റൂട്ട് K സ്ക്വയർ L1 L2. K സ്ക്വയറിനെ നമുക്ക് K ആയിട്ട് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ഇതാണ്
മ്യൂച്വൽ ഇൻഡക്ഷൻ കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ അതിൽ എന്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിനെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എടുത്ത് എഴുതാം? K ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ √L1 L2.